ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയുറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. നാം ദൈവവചന പഠനത്തിന് വേണ്ടി രാത്രികാലം ദൈവസന്നിധിയിലേക്ക് ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഗ്രഹിക്കുവാൻ ദൈവം നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. ആത്മാവിന്റെ സഹായം കൂടാതെ ദൈവവചനം നമുക്ക് നന്നായി ഗ്രഹിക്കുവാനോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം തന്റെ വചനത്തിന്റെ പൊരുളുകളെ, മർമ്മങ്ങളെ ആത്മാവിന്റെ ശക്തിയോടെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ഈ രാത്രി നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഒരു പകൽക്കാലത്തിന് ശേഷം നാം ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ ശരീരത്തിന് ക്ഷീണമുണ്ട്. ആമേൻ, സ്തോത്രം. ലോകത്തിൻ്റെതായ പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ചിന്തകള്, ചിന്താകുലങ്ങള്, ആകുലതകള്, ഭാരങ്ങള്, ആശങ്കകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാം. അതെല്ലാം നമ്മുടെ പുറമേയുള്ള മനുഷ്യനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ രാത്രികാലം അകത്തുള്ള മനുഷ്യന് ദൈവം സമാധാനവും പ്രത്യാശയും സന്തോഷവും നൽകി തരുമ്പോൾ, നമ്മുടെ യഥാർത്ഥ ശത്രു ആരാണ് നമുക്ക് തിരിച്ചറിയുമ്പോൾ അവനോട് എതിർത്ത് നിൽക്കുവാനും ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിച്ചെടുക്കുവാനും വചനം നമ്മിൽ നിവൃത്തിയാകുവാനും ഒക്കെ ഇടയായിത്തീരും. നമുക്ക് ദൈവസന്നിധിയിൽ നാം ചിന്തിക്കുന്ന ദൈവവചന ഭാഗത്തേക്ക് വേഗത്തിൽ കടന്നു വരാം. അതിനാധാരമായി പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 22-ാം വാക്യം വായിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. 1 Peter chapter 3 verse 22. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം പിതാവിന്റെ അടുക്കലേക്ക് അവൻ കയറിപ്പോയി. കർത്താവിന്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശു സഭയുടെ തലയാണ്. തലയായ ക്രിസ്തുവിന് ഇതെല്ലാം ഓൾറെഡി ദൂതന്മാരും വാഴ്ചകളും അധികാരങ്ങളും എല്ലാം അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആമേൻ, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എൻ്റെ പക്കലാണ്, നിങ്ങൾ പുറപ്പെടാൻ ശിഷ്യന്മാരോട് കൽപ്പന കൊടുക്കാനിടയായത്. എന്നാൽ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജഡത്തിലാകൊണ്ട് പലപ്പോഴും നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയം എടുക്കാൻ സാധിക്കുന്നില്ല. അതിന്റെ അർത്ഥം നമുക്ക് ജയിക്കാൻ സാധ്യമല്ലെന്നല്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശത്രു എന്ന് പറയുന്നത് ജഡമുണ്ട്, ലോകമുണ്ട്, പിശാചുണ്ട്. ഈ ശത്രുവിനെ ജയിക്കുവാൻ നമുക്ക്, ആമേൻ സ്തോത്രം, ശത്രുവിനെ കുറിച്ച് നമുക്ക് നല്ല ഒരു അവയർനെസ് ഉണ്ടാകേണ്ട ആവശ്യകതയുണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ രാത്രികാലം ഈ തെരുവിടത്തിൽ നിന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടി കർത്താവ് എന്താണ് ഈ വചനത്തിലൂടെ ദൈവസഭയോട് ചേർക്കപ്പെട്ട തൻ്റെ മക്കൾക്ക് എന്താണ് ഈ രാത്രികാലം ഈ വചനത്തിലൂടെ ദൈവം നൽകി തരാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് വളരെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് തിരുവെഴുത്തിന്റെ ആ മർമ്മങ്ങളെ ഗ്രഹിപ്പിക്കുവാൻ, അത് പ്രാഗൽഭ്യത്തോടെ പ്രസ്താവിക്കുവാൻ, അത് ആത്മാവിൽ എഴുതപ്പെട്ടതാകൊണ്ട് അതേ ആത്മാവിൽ അതിനെ വ്യാഖ്യാനിക്കുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോൾ കരയുകയില്ലേനി, തളരുകയില്ലേനി, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോൾ കരയുകയില്ലേനി, തളരുകയില്ലേനി, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. രോഗത്തിനെന്മേൽ കാര്യമില്ല, ശാപത്തിനെന്മേൽ ജയവുമില്ല. രോഗത്തിനെന്മേൽ കാര്യമില്ല, ശാപത്തിനെന്മേൽ ജയവുമില്ല. ക്രൂശിലന്നേശു ഇതെല്ലാം വഹിച്ചതാൽ ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ക്രൂശിലന്നേശു ഇതെല്ലാം വഹിച്ചതാൽ ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോൾ കരയുകയില്ലേനി, തളരുകയില്ലേ, ജയാളിയാണല്ലോ
ഞാൻ ജയാളിയാണല്ലോ. എന്മേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. എന്മേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. ക്രൂശിലന്നേശു ഇതെല്ലാം വഹിച്ചതാൽ ജയാളിയാണല്ലോ. ഞാൻ ജയാളിയാണല്ലോ. ക്രൂശിലന്നേശു ഇതെല്ലാം വഹിച്ചതാൽ ജയാളിയാണല്ലോ. ഞാൻ ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോൾ കരയുകയില്ല, ഇനി തളരുകയില്ല. ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. പരിശുദ്ധ പിതാവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. തിരുസന്നിധിയിൽ ആഗ്രഹത്തോടെ ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഈ രാത്രികാലം ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം ഉണ്ടാകുവാൻ, ദൈവവചനത്തിലൂടെ ഒരു ദിശാബോധം ഞങ്ങൾക്ക് ലഭിക്കുവാൻ, ഞങ്ങളുടെ യഥാർത്ഥ ആത്മീയത ഒന്ന് തിരിച്ചറിയുവാൻ, കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾക്കൊന്ന് മുന്നേറുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾ ജഡത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ശത്രുക്കളുണ്ട് കർത്താവേ. അത് ജഡരക്തങ്ങളല്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആകയാൽ ഞങ്ങളുടെ ശത്രുവിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല തിരിച്ചറിവുണ്ടാകുവാനും എങ്ങനെ അവനോട് എതിർത്ത് നിൽക്കാൻ കഴിയുമെന്നും അവന്റെ തന്ത്രങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ അവനോട് എതിർത്ത് നിൽക്കാനുള്ള ആത്മബലം പ്രാപിപ്പാനും ഈ രാത്രി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലിങ്ക് ചെയ്യപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ബോർഡ് എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം കുഞ്ഞുങ്ങളെ സഹായിക്കണം കർത്താവെ. അവരുടെ ഒരു വർഷത്തെ അധ്വാനം ഏറ്റവും അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഞങ്ങൾ ഒരുമിച്ച് രാത്രികാലം പ്രിയപ്പെട്ട കുമാർ ബദറിന്റെ വൈഫ് ഇന്ദിര സിസ്റ്ററുടെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റൽ ICUലായിരിക്കുന്ന കേൾക്കാനിടയായി കർത്താവെ അവിടുന്ന് ആശ്വാസവും സൗഖ്യവും കൽപ്പിച്ച് ബലം പ്രാപിപ്പാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇനിയും ലിങ്ക് ചെയ്യാനുള്ള പ്രിയപ്പെട്ടവരെ അവിടുന്ന് വേഗത്തിൽ കൂട്ടിവരുത്തി ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവവചനം പഠിക്കുവാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ രാത്രികാലം നിന്റെ നാമം മഹത്വം എടുക്കണം. ഞങ്ങൾക്ക് ആത്മീക പുരോഗതി ഉണ്ടാകണം കർത്താവെ. തെറ്റിദ്ധാരണകളും ആമേൻ സ്തോത്രം ഞങ്ങളുടെ മുൻവിധികളും ഒക്കെ മാറ്റിവെച്ച് ദൈവത്തിന്റെ വചനത്തെ പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന് അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തോത്രം. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3:22 ക്രിസ്തു യേശുവിന് വാഴ്ചകളും അധികാരങ്ങളും ഒക്കെ കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന് നാം വായിക്കുമ്പോൾ ദൈവസഭയായ നമുക്ക് അതെന്നും കീഴ്പ്പെടുവാൻ സാധിക്കത്തില്ല എന്നല്ല, പലപ്പോഴും കീഴ്പ്പെടുന്നില്ല. അതിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ആമേൻ സ്തോത്രം പിശാച് എന്ന ആ ശത്രു. ഹല്ലേലൂയ. കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒന്ന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശത്രുവിനെ കുറിച്ച് നമുക്ക് വളരെ അറിവ് തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. നമ്മളിപ്പോ ഭൂമിയിലുള്ള രാജ്യങ്ങൾ തന്നെ ഒന്ന് നോക്കിയാൽ ഇന്ത്യയുടെ ബദ്ധശത്രുവായിട്ട് പാകിസ്ഥാൻ നിൽക്കുമ്പോൾ അവിടുത്തെ കേപ്പബിലിറ്റി എന്താണ്, അവരുടെ പക്കലുള്ള വെപ്പൺസ് എന്തൊക്കെയാണ്, അവരുടെ യുദ്ധമുറകൾ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് അതിനോട് എതിർത്ത് നിൽക്കുവാൻ സാധിക്കുള്ളൂ. അവരുടെ സ്ട്രാറ്റജി എന്താണ്, ഒരു വാർ സ്ട്രാറ്റജി ഏത് രീതിയിലാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിനോട് ചെറുത്ത് നിൽക്കുവാനും ആമേൻ സ്തോത്രം അതിനെ ജയിപ്പാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ആമേൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ നാം എന്തിനെ കീഴ്പ്പെടുത്തണമോ അവന് കീഴ്പ്പെട്ടു പോകാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അതാണ് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ കുറിവാക്യം ഒന്ന് വായിച്ചാട്ട്. കോരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2:11 വാക്യം വായിച്ചാട്ട്. കോരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2:11 വാക്യം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു മീനിങ് ഉണ്ട്. നാം അവനെ ജയിക്കണമെന്നുള്ള അർത്ഥത്തിലാണ്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ നാം സാത്താനെ ജയിക്കണം എന്ന് പറഞ്ഞാൽ ജയിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ജയിക്കണം.
ഇനി അതിനോട് ചേർന്ന് മറ്റൊരു വാക്യം കൂടെ വായിക്കുക. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:27. നമ്മൾ ലൂപ്പ് ഹോൾ അടച്ചു വേണം ദൈവവചനം പഠിക്കുവാൻ. എഫേസ്യർ 4:27. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. ഇതൊക്കെ ചില ചെറിയ ചെറിയ വാക്കുകളാണ്. ഒന്ന് പറഞ്ഞു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. സാത്താൻ നമ്മെ തോൽപ്പിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സാത്താൻ ഇടം കൊടുത്താൽ അവൻ അതിലൂടെ കടന്നു വന്ന് എൻട്രി ഇല്ലാത്തടത്ത് എൻട്രി ഉണ്ടാക്കി കയറാൻ ശ്രമിക്കുന്നവനാണ്. വിടവന്വേഷിച്ച് അകത്തൂടെ കടക്കാൻ ശ്രമിക്കുന്നവനാണ് സാത്താൻ. നാം പരാജയപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു മതഭക്തരുടെ ഭാഗമായിട്ട് മുമ്പോട്ട് പോകാനല്ല. നമുക്കൊരു കാര്യം തിരിച്ചറിയണം, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ശക്തമായ ശത്രുവിനോടുള്ള പോരാട്ടമുണ്ട്. ആ പോരാട്ടം എന്ന് പറയുന്നത് മനുഷ്യൻ വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പോരാട്ടമല്ല. ആത്മീക ജീവിതവും വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും പോരാട്ടം എന്ന് പറയുന്നത്. പിശാച് നമ്മുടെ ജീവിതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ആ ഒരു പർട്ടിക്കുലർ വിഷയത്തിലാണ് പിശാച് എപ്പോഴും ശ്രദ്ധിക്കുന്നത്. ദൈവത്തിലുള്ള നമ്മുടെ ആ ഏകാഗ്രമായ വിശ്വാസം, ആ വിശ്വാസം നമ്മിൽ ഉറയ്ക്കും തോറും നാം ശത്രുവിനെ ജയിച്ചു കൊണ്ടിരിക്കും. ആദിമ നൂറ്റാണ്ടിന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. അവർ ശത്രുവിനെ ജയിച്ചു മുന്നേറിയവരായിരുന്നു. യോഹന്നാൻ തന്റെ ലേഖനം എഴുതുന്ന സമയത്ത് അവിടെ പ്രത്യേക ഒരു വാക്ക് എഴുതിയിരിക്കുന്നതോടൊന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. ഫസ്റ്റ് ജോൺ, എപ്പിസിൽ ഓഫ് ജോൺ, ചാപ്റ്റർ 2 വേഴ്സ് 14. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 14. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരായാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ആദിമ നൂറ്റാണ്ടിലുള്ള ദൈവസഭയുടെ ഒരു പ്രത്യേകതയെ കുറിച്ച്, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും, അവിടെ എടുത്തു പറയുന്ന അപ്പോൾ ദുഷ്ടൻ എന്ന് ഉദ്ദേശിക്കുന്നത് പിശാചിനെയാണ്. ഇവിടെ ദുഷ്ടനെ ജയിക്കുവാൻ അവർക്കിടയായ 1-2 കാര്യങ്ങളാണ് യോഹന്നാൻ തന്റെ ലേഖനത്തിലൂടെ വ്യക്തമാക്കിയത്. എന്താണ് പറഞ്ഞത്? ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാണ്. അപ്പോൾ ആത്മാവിൽ ശക്തിപ്പെട്ട ഒരു വ്യക്തിക്കാണ് ദുഷ്ടനെ ജയിക്കാൻ സാധിക്കുന്നത്. 2, ദൈവവചനം നിങ്ങളിൽ ഇൻബിൽട്ടാണ്. നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്നു, വചനം നിങ്ങളിൽ വസിക്കുന്നു. അബണ്ടന്റ് ലൈഫാണ് ഈ വചനം വസിക്കുക എന്ന വാക്കിന്റെ അർത്ഥം. സമൃദ്ധമായ ജീവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ സമൃദ്ധമായ ജീവൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ശത്രുവിനെ നമുക്ക് ജയിക്കാൻ സാധിക്കും. ശത്രു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ കടന്നു വരുമ്പോൾ അവനോട് എതിർത്ത് നിൽക്കാനുള്ള ഡിഫെൻസീവ് വെപ്പൺ എന്ന് പറയുന്നതാണ് വേർഡ് ഓഫ് ഗോഡ്. അവൻ ദൈവത്തിന്റെ വചനം കൊണ്ടാണ് പലപ്പോഴും നാം പിശാചിനെ, യേശുവിന്റെ അടുക്കലേക്കൊക്കെ പിശാച് കടന്നു വരുന്ന സമയത്ത് യേശു ജയിച്ചത് വചനം കൊണ്ടാണ്. പിശാച് വന്നിട്ട് ടെംപ്റ്റ് ചെയ്യുന്ന സമയത്ത്, പ്രലോഭിപ്പിക്കുന്ന സമയത്ത്, ആമേൻ, അവിടെ യേശു ക്രിസ്തു വചനം എടുത്താണ് ഡിഫെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പിശാചിന് യേശു ഇടം കൊടുത്തില്ല. അപ്പോൾ പിശാചിന് ഇടം കൊടുക്കാതെ അവനോട് ഡിഫെൻഡ് ചെയ്ത് നിന്നത് കൊണ്ട് നമ്മൾ അല്പസമയം കഴിയും പിശാച് അവനെ വിട്ടുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശക്തമായിട്ട് ഇവനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ അബണ്ടന്റ് ലൈഫ് ആകുന്ന വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ ഇത് എഴുതണമെന്നൊക്കെ ദൈവദാസന്മാർ പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ നിസ്സാരമായിട്ട് കാണുന്നവരുണ്ട്. എന്നാൽ പലരുടെയും ജീവിതത്തിൽ നമ്മൾ ആഴത്തിൽ ചിന്തിച്ചാൽ ഇന്നലെ കേട്ട മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് അവർക്കറിയില്ല, അവർ മറന്നുപോയി. ഞാൻ ചോദിക്കുന്ന വേർ ഈസ് ഇറ്റ് ഗോൺ? എന്നാൽ ഇന്നലെ നമ്മൾ നടത്തിയ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് നമുക്ക് നല്ല ഓർമ്മയുണ്ട്. ഇന്നലെ നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിച്ച കാര്യത്തെക്കുറിച്ച് നമുക്ക് ടെലിഫോണിൽ കൂടെ സംസാരിച്ചത് വളരെ ഓർമ്മയുണ്ട്. ഇന്നലെ ഒരാൾ നമ്മെ ചീത്ത പറഞ്ഞത് നമുക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ ഇന്നലെ കേട്ട ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ആ നല്ല നിലത്ത് വീണ വിത്ത് പോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ചില്ല. ഇതാണ് പലപ്പോഴും നമ്മുടെ ക്രിസ്തീയതയുടെ ഒരു വലിയ അപജയം എന്ന് പറയുന്നത്. നാം ഈ വചനം കേൾക്കുന്നു, ആ കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സംഗ്രഹിക്കുവാനും
അത് ദൈവം എനിക്ക് അബണ്ടന്റ് ലൈഫ് ഉണ്ടാകേണ്ടത്. കർത്താവ് പറഞ്ഞ എന്താ? നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമർത്ഥമായ ജീവൻ. എങ്ങനെയാണ് നമുക്ക് ജീവൻ കിട്ടുന്നത്? അതിനാണ് അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. അവർക്ക് നിത്യജീവനിലേക്ക് നടത്തുന്ന വചനമാകുന്ന മന്നയല്ല കിട്ടിയത്. എന്നാൽ എനിക്കും നിങ്ങൾക്കും കിട്ടുന്നത് യേശുക്രിസ്തുവാകുന്ന വചനം. ആ പുതു മന്ന നമുക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മന്ന നാം ഭക്ഷിക്കും തോറും ആത്മീകമായി ഒരു ഭാഗത്ത് നാം വളരുകയും മറുഭാഗത്ത് ശത്രുവിനോട് മല്ലിടുവാനുള്ള പ്രാപ്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതാണ് യോഹന്നാൻ പറഞ്ഞത്, മക്കളെ നിങ്ങൾ ശക്തരാണ്. ഈ ശക്തി എന്ന് പറയുന്ന സാമ്പത്തിക ഒരു പിൻബലത്തിലുള്ള ശക്തിയല്ല, അധികാരത്തിന്റെ പിൻബലത്തിലുള്ള ഒരു ശക്തിയല്ല, ദൈവശക്തിയാണ്. പരിശുദ്ധാത്മ ബലം അവരോട് കൂടെയുണ്ട്. 2 വചനം അവരിൽ വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ഒരു ചലഞ്ചിങ് ആയിട്ട് ഇത് വേണം. നാം ഓരോ മീറ്റിങ്ങുകൾ വളരെ ശ്രദ്ധയോടെ പറയുന്ന വചനം എന്താണ്? നമ്മുടെ നിലനിൽപ്പിനാണ് ദൈവ വചനം തരുന്നത്. അതല്ലേ കർത്താവ് പറഞ്ഞ, മനുഷ്യൻ ജീവിക്കുന്ന അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. അപ്പൊ നമ്മെ നിലനിർത്തുന്ന ദൈവത്തിന്റെ വചനം. എന്താണ് സംഭവിക്കുന്നത്? വായിച്ചോട്ട്, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4:4 എന്ന് വായിച്ചോട്ട്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സെ കുരുടാക്കി. ഇത് പിശാചിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്നത് പിശാചിനെ കുറിച്ചാണ്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയെന്ന്. വാസ്തവത്തിൽ ഈ വചനം വായിക്കുമ്പോൾ ഞാൻ ഈ വിശ്വാസിയുടെ മനസ്സ് പിശാചി കുരുടാക്കിയിരിക്കുകയാണ്. തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ, അതിന്റെ മാധുര്യം എന്തെന്ന് തിരിച്ചറിയാതിരിക്കാൻ, അതിന്റെ വിടുതൽ എന്താണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ, ദൈവമക്കളെ, നാം ദൈവവചനത്തിന്റെ ആഴം ഗ്രഹിക്കും തോറും നമ്മുടെ സ്പിരിച്വൽ ലെവൽ മാറുകയാണ്. ദൈവവചനത്തിന്റെ ശക്തി നാം അനുഭവിച്ചറിയും തോറും നമ്മുടെ ആത്മീക അനുഭവത്തിന്റെ ലെവൽ മാറുകയാണ്. നമ്മുടെ നല്ല ഹൃദയത്തിൽ ഈ ദൈവവചനത്തെ സംഗ്രഹിച്ച് അതിൽ നമുക്ക് നിലനിൽക്കാൻ കഴിഞ്ഞാൽ നാം ബലത്തിന് മേൽ ബലം പ്രാപിച്ച്, അപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും വേദനയും ദുഃഖവും പട്ടിണിയും പരിഹാസവും ഒക്കെ ഉണ്ട്. അതാണ് 84-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, സഞ്ചരിക്കുന്നത് കണ്ണുനീരിന്റെ താഴ്വരയിലാണ്. ദുഃഖവും വേദനയും ഒക്കെ ഉണ്ട്. പക്ഷെ അവരെ കുറിച്ച് പറയുന്നു, മേൽക്കുമേൽ അവർ ബലം പ്രാപിക്കുന്നു, മേൽക്കുമേൽ അവർ ശക്തിപ്പെടുന്നു. എന്നിട്ട് പറഞ്ഞു, അവർക്ക് സിയോനിലേക്കുള്ള പെരുവഴികൾ അവരുടെ മനസ്സിലുണ്ട്. ഫൈനലി പറയുന്നു, അവരെല്ലാവരും സിയോനിൽ ചെന്നെത്തുന്നു. അപ്പോൾ അവരൊക്കെ സർവൈവ് ചെയ്തതും നിലനിന്നതും ദൈവവചനത്തിന്റെ പുഷ്ടിയിലാണ്. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ നാവിൽ പലപ്പോഴും ഈ വചനം എങ്ങനെയാണ് വരേണ്ടത്? നമ്മൾ അന്നേരമായിരിക്കും ബൈബിള് തപ്പുന്ന എഫേസ്യ ലേഖനവും കൊലോസ്യ ലേഖനവും റോമാ ലേഖനവും തപ്പി നടക്കും. വാസ്തവത്തിൽ ഉപയോഗിക്കേണ്ട സമയത്ത് നമ്മൾ തോക്കെടുത്തു. തോക്കിനകത്തൊരു ഉണ്ടെങ്കിലല്ലേ വെടിവെക്കാൻ പറ്റുള്ളൂ. വെറും ഒരു തോക്കുമായിട്ട് നാം നടന്നു. നമ്മുടെ മുമ്പിൽ ശത്രു വന്ന തോക്കുണ്ട് എൻ്റെ കയ്യിൽ, വെടിയുണ്ട ഇല്ലെങ്കിലോ? നമ്മൾ മനസ്സിലാക്കുക, എങ്ങനെയാണ് നമ്മുടെ നാവിൽ ഈ ദൈവത്തിന്റെ വചനം വരുന്നത്? ഒരൊറ്റ രീതിയിലേ വരത്തുള്ളൂ. ഹൃദയം ശുഭവചനം കൊണ്ട് നിറയുമ്പോഴാണ് നമ്മുടെ നാവിൽ ദൈവത്തിന്റെ വചനം ഉണ്ടാകുന്നത്. ഹൃദയം നിറച്ച് ദൈവത്തിന്റെ വചനമാണെങ്കിൽ നമ്മുടെ നാവിൽ വരുന്നതും ദൈവത്തിന്റെ വചനമായിരിക്കും. കാരണം ഈ നിറവിൽ നിന്നാണ് നാം സംസാരിക്കുന്നത്. ഹൃദയത്തിൽ എന്താണോ നിറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്നത്. അതാ 45-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചോട്ട്. 45-ാം സങ്കീർത്തനം 1-ാം വാക്യം, 1-2 വാക്യം. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു,
എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലാകുന്നു. നീ നോക്കുക, മനുഷ്യ സങ്കീർത്തനക്കാരൻ പറയുന്നത് കേൾക്കുക. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. അങ്ങനെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നത് കൊണ്ട് എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലാകുന്നു. നാവിൽ പ്രത്യേകിച്ച് ആ സമയത്ത് കൊണ്ടുവന്ന് ആരും തരണ്ട. നമ്മുടെ ഹൃദയത്തിൽ നല്ല ദൈവവചനത്തെ ഓരോ ദിവസവും ലഭിക്കുന്നത് നമുക്ക് സംഗ്രഹിക്കാൻ കഴിഞ്ഞാൽ നാം പോലും അറിയാതെ നാം ബലം പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിൽ നാം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ശക്തിപ്പെടലാണ് വാസ്തവത്തിൽ അതിന്റെ അപ്രോപ്രിയേറ്റ് ടൈം വരുമ്പോൾ, എതിരി നമുക്ക് നേരെ വാടകോരി വരുമ്പോൾ, ശത്രു നമുക്ക് നേരെ പടനീക്കം നടത്തുമ്പോൾ ഭീരുവിനെ പോലെ ആയിരിക്കില്ല ഞാനും നിങ്ങളും അതിനെ നേരിടുന്നത്. കാരണം നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് എപ്പോഴും ഫയർ ചെയ്യാൻ ഒരു ലോഞ്ചിങ് പാഡിൽ ഒരു മിസൈൽ ഇരിക്കുന്നു. ഒരു ബട്ടൺ ഞെക്കിയാൽ അത് ഫയർ ചെയ്യും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിനകത്തോ ദൈവത്തിന്റെ നല്ല വചനം. പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളെ നല്ല വചനം എന്ന് പറയുമ്പം നമുക്ക് ഈ സങ്കീർത്തനത്തിലുള്ള കുറച്ച് വാക്യങ്ങൾ കാണാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. കരുണ കാണിക്കുന്ന ദൈവവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് വാക്യങ്ങൾ, അതല്ല വാസ്തവത്തിൽ യേശു കർത്താവ് പറഞ്ഞ ഓരോ വചനങ്ങളുണ്ട്. ഈ നല്ല വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതാണ് വാസ്തവത്തിൽ യുദ്ധമുറയ്ക്കുള്ള ആയുധം എന്ന് പറയുന്നത്. ആത്മാവിന്റെ വാൾ അതെടുത്ത് വെട്ടിയെങ്കിൽ മാത്രമേ ശത്രു മാറുകയുള്ളൂ. നമ്മൾ എത്ര കരഞ്ഞു കാണിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ ഇമോഷൻ കാണിച്ചത് കൊണ്ടോ ഒന്നും പിശാചി പോകുന്നില്ല. പിശാചി പോകാൻ ഒരൊറ്റ മാർഗമാണ്, അത് ദൈവത്തിന്റെ വചനം ഉപയോഗിക്കുമ്പോഴാണ് ശത്രു പോകുന്നത്. ഇനി നമുക്ക് അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുന്നവരാണല്ലോ എന്ന് അതിന്റെ അർത്ഥം. കൊരിന്ത്യർക്ക് ലേഖനം എഴുതാൻ പൗലോസ് പറയുന്നു, നിങ്ങൾ സാത്താന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ മീനിങ് അറിയുന്നവരാണല്ലോ എന്നാണ്. അപ്പം ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കണം, ശത്രുവിന്റെ തന്ത്രങ്ങളെ നാം അറിയുന്നവരാണോ? ആ തന്ത്രം അറിഞ്ഞെങ്കിൽ മാത്രമേ അത് തന്ത്രമാണെന്ന് പോലും നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം അവൻ വളരെ കണ്ണിങ് ആണ്. പിശാച് വളരെ ഷാർപ്പ് ഷൂട്ടറാണ്. അവൻ വളരെ തന്ത്രപരമായിട്ടാണ് ഇടപെടുന്നത്. പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമുക്ക് ആ വചനത്തിലേക്കൊന്ന് കടക്കാം. കൊരിന്ത്യർക്ക് എഴുതി കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങി വെച്ചു. ആമേൻ സ്തോത്രം. 2 കൊരിന്ത്യർ 11:3. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ പൗലോസിന്റെ ആശങ്കയാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. എന്താ അവിടെ പറയുന്നത്? ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും. ക്രിസ്തുവിനെ തള്ളിക്കളയുന്നല്ല, ഭക്തി തീർന്നു പോയെന്നല്ല, എന്ന് പറഞ്ഞാൽ പിന്മാറി നശിച്ചു പോയെന്നുള്ള അർത്ഥത്തിലല്ല. അത് ഒരു രീതിയിൽ പറഞ്ഞാൽ ക്രിസ്തുവിനോടുള്ള ആദ്യ സ്നേഹത്തിനൊക്കെ എന്ത് സംഭവിക്കുന്നു? ഈ തന്ത്രശാലിയായ പിശാച്, അവന്റെ തന്ത്രം നാം പഠിച്ചാല് അതിനെ ദൈവവചനത്തിന്റെ ഓവറോൾ രീതിയിലാണ് നമ്മളൊന്ന് പഠിക്കേണ്ടത്. ഇന്ന് രാത്രി നമ്മൾ അതിലൂടെ ഒന്ന് സഞ്ചരിക്കാം. എന്താണ് ഇവന്റെ ഈ ഉപായം? ഇവന് പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ ഉപവസിക്കുന്നതോ ഒന്നും ഇവനൊരു വിഷയമല്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഇവന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ആത്മീയതയുടെ ഒരു ഫുൾനെസ് ഉണ്ട്, ഒരു പൂർണ്ണതയുണ്ട്. ഒരിക്കലും ഈ പൂർണ്ണതയിലേക്ക് എത്താൻ പിശാച് നമ്മെ അനുവദിക്കുന്നില്ല. ആത്മീയതയുടെ യഥാർത്ഥ മാധുര്യം തിരിച്ചറിയണമെങ്കിൽ ആ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയിലും ഏകാഗ്രതയിലും നമ്മുടെ ആത്മീക ജീവിതം എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അവനോട് ചേർന്ന് നടക്കുന്ന, അവനോട് പറ്റിയിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ. ഇപ്പൊ അകലം വിട്ട് നടന്നത് കൊണ്ട് പിശാചിന് കുഴപ്പമൊന്നുമില്ല. പിശാച് പള്ളിയിൽ പോകുന്നതിനോട് പിശാചിന് എതിരൊന്നുമില്ല. അവൻ വേണേ എഴുന്നേപ്പിച്ചു വിടും, എന്നിട്ട് പോയിരുന്ന് ഉറങ്ങിക്കോളാൻ പറയും. പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഞാൻ. ആരാധനയ്ക്ക് പൊക്കോളാൻ പറയും, വചനത്തിന്റെ സമയമാകുമ്പം ആരാധനയുടെ സമയത്തോ പാട്ടിന്റെ സമയത്തോ ഒന്നും ഒരുറക്കവും വരത്തില്ല. എന്നാൽ ദൈവവചനം അങ്ങോട്ട് എടുത്താൽ ഉടനെ
കുറച്ച് പേർക്കെങ്കിലും പെട്ടെന്ന് എവിടുന്നോ ഒരു ഉറക്കം കടന്നു വരിക. ഞാൻ പറയുന്നത് നമ്മൾ തിരിച്ചറിയണം തന്ത്രം എന്താണെന്ന്. ആ സമയത്താണ് നമ്മൾ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിക്കേണ്ടത്. അവനോട് എതിർത്ത് നിൽക്കാൻ നമുക്ക് തിരിച്ചറിയണം അവന്റെ തന്ത്രം എന്താണ്. വചനം നമ്മുടെ ഉള്ളിൽ വരരുത്. വചനം വിശ്വാസമായി നമ്മുടെ ജീവിതത്തിൽ ഉറയ്ക്കരുത്. ക്രിസ്തുവിനോടുള്ള നിർമ്മലതയിൽ നാം നടക്കരുത്. അവനോടുള്ള ഏകാഗ്രത നമുക്കുണ്ടാകരുത്. ഭക്തിയുടെ പുറമോടി കാണിക്കുന്നതിനൊന്നും അവന് യാതൊരു പ്രശ്നമില്ല. ദൈവത്തിന്റെ കൽപ്പനയെ നിസ്സാരമായി കാണിച്ച് എങ്ങനെയാണ് ഹവ്വയെ ചതിച്ചത്? വളരെ നിസ്സാരമായിട്ട് ദൈവം കൊടുത്ത ശ്രേഷ്ഠമായ കൽപ്പനയെ വളരെ കൂളായിട്ടാണ് അവൻ പറഞ്ഞു തെറ്റിച്ചത്. ദൈവം എന്താ പറഞ്ഞ? നിങ്ങൾ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. കർത്താവ് അതിന് കൂടുതൽ എരിവും പുളിയും ഒന്നും വെച്ചില്ല. തുടരുത് കേട്ടോ, അടുത്ത് പോലും പോകരുത് കേട്ടോ. ഇപ്പൊ നമ്മളെ കുഞ്ഞുങ്ങളോട് ഓരോ കാര്യം പറയുമ്പോഴത്തേന് കൃത്യമായിട്ട് പറയുന്നതിന് പകരം ഒരു 5-6 കൂട്ടം കാര്യങ്ങളോട് പറയും. പോകരുത്, പോയാൽ ഇന്നത് സംഭവിക്കും, അത് ഇങ്ങനെ ഉണ്ടാകും. ഇതൊന്നും കർത്താവ് പറഞ്ഞില്ല. നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ഇന്നത് തിന്നരുത്. എന്നാൽ പിശാചി വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. തിന്ന കുഴപ്പമൊന്നുമില്ലെന്നേ. നമ്മളിപ്പോ വചനം എഴുതിയിരിക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു സ്റ്റാൻഡേർഡിൽ എഴുതിയിരിക്കുന്നു. നമ്മളൊരു കാഷ്വലായിട്ട് ഒരു ടോക്ക് ഒന്ന് ചിന്തിച്ചേ. ഒരു കാഷ്വലായിട്ട് 2 വ്യക്തികൾ സംസാരിക്കുമ്പം നമ്മുടെ ഗ്രാമാറ്റിക്കൽ ഓർഡറിലൊന്നും അല്ലല്ലോ സംസാരിക്കുന്നത്, അച്ചടി ഭാഷയിലൊന്നും അല്ല സംസാരിക്കുന്നത്. അപ്പൊ സാധാരണ ഭാഷയാണ്. അത് കഴിച്ച കുഴപ്പമൊന്നുമില്ലെന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന്റെ അർത്ഥം ദൈവം കൊടുത്ത ആ ശ്രേഷ്ഠ കൽപ്പനയെ വലിയ കുഴപ്പമൊന്നുമില്ല, അതിപ്പോ തിന്നാലും പ്രശ്നമൊന്നുമില്ല. അത് മാത്രമല്ല, നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെയാ ചിലരുടെ ഒരു രീതി നമ്മൾ ശ്രദ്ധിച്ചു. പിശാചിന്റെ ഏജന്റന്മാർ, നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങൾ ഇതിനകത്തുണ്ടെന്നേ. ആ വൃക്ഷഫലം തിന്നാലുണ്ടല്ലോ, നിങ്ങൾ തിന്നിട്ടില്ലല്ലോ, എനിക്കറിയാം, എനിക്ക് നന്നായിട്ടറിയാം. അത് തിന്ന കണ്ണ് തുറക്കും. കണ്ണ് തുറക്കുക മാത്രമല്ല, നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. ഇതൊക്കെ അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് അങ്ങ് പോയി. മനസ്സിൽ ഒരു ആഗ്രഹം ജനിപ്പിക്കുകയാണ്. ഇത് തിന്നാൽ കണ്ണ് തുറക്കും, ഇത് തിന്നാൽ ചില പ്രത്യേകതകൾ ഉണ്ടാകും. ആമേൻ, സ്തോത്രം. 2, പിശാചിന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. അരുതാത്തത് ചെയ്താൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെയാ പിശാച് എടുത്ത് കാണിക്കുന്നത്. ഒരു തെറ്റ് ചെയ്താൽ അതിൽ നിന്ന് കിട്ടാവുന്ന നേട്ടങ്ങൾ, ഒരു തിന്മ ദൈവത്തിന്റെ വചനത്തിനെതിരായിട്ട് നിന്നാൽ അതിൽ നിന്ന് വരുന്ന നേട്ടങ്ങളാണ് എടുത്ത് കാണിക്കുന്നത്. ചിലരോട് പറയാറില്ലേ, ഒരു സൈൻ ഇട്ടാ മതിയെന്നേ, ജസ്റ്റ് ഒരു സിഗ്നേച്ചർ മതി, നിങ്ങൾ പറയുന്നിടത്ത് സംഗതി എത്തി, അല്ലേ? ഇപ്പൊ പലരെ കൊണ്ടും ടെംപ്റ്റ് ചെയ്യിപ്പിക്കുന്നതിനാ. പാവപ്പെട്ട ഒരു മനുഷ്യനാണെന്ന് വെച്ചോ, പൈസയുടെ വലിയ ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരാള്, ആ ആളൊരു പ്രത്യേക പൊസിഷനിൽ ഇരിക്കുകയാണ്. പുള്ളിയോട് പറയാം, സാർ ഇതിനെക്കുറിച്ചൊന്നും വറീഡാകണ്ട, സാറ് പേപ്പറിൽ നിന്ന് ഒപ്പിട്ട് അപ്പുറത്ത് പോയി സംഗതി ഞങ്ങൾ അതങ്ങ് തെറ്റിച്ചേക്കാം. അപ്പൊ പിശാചിന്റെ രീതികളൊന്നും നമ്മൾ നോക്കിയാൽ, ഒരു അരുതാത്ത കാര്യം ചെയ്താൽ ഉണ്ടാകുന്ന, അതായത് ദൈവം തിന്നരുതെന്ന് പറഞ്ഞ ആ വൃക്ഷഫലം തിന്നാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്നാ പിശാചി എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ദൈവം അവരോട് പറഞ്ഞത്, നിങ്ങൾ മരിക്കരുത്, നിങ്ങൾ മരിക്കരുത്, നിങ്ങൾ നിത്യജീവനായി എന്നേക്കും ജീവിക്കണം. എന്നാൽ പിശാചി വന്ന് പറഞ്ഞ, നിങ്ങൾ മരിക്കുകയല്ല, നിങ്ങൾ വൃക്ഷഫലം തിന്ന് നോക്ക്, നിങ്ങളുടെ കണ്ണ് തുറക്കും, നന്മതിന്മകളെ അറിയാൻ തക്കവണ്ണം ദൈവത്തെ പോലെ നിങ്ങളാകും. നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 5 മുതൽ 7 വരെ ഒന്ന് വായിച്ചു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും എന്ന് അവനോട് പറഞ്ഞു. സാക്ഷാൽ കർത്താവിനോട് പറഞ്ഞ കാര്യമാണ്. ഒന്ന് കുമ്പിട്ടാ മതിയെന്നേ. ആരും കാണത്തില്ല, ഇവിടെ ആരുമില്ല, ഇവിടെ നീ ഞാനും മാത്രമേ ഉള്ളൂ, ആരും കാണാൻ പോകുന്നില്ല. ഒന്ന് കുമ്പിട്ടാൽ ഇത് മുഴുവൻ നിന്റേത്. എന്നാ ഓഫറാണെന്ന് ചോദിച്ചേ.
എനിക്ക് തോന്നുന്നു ഈ ഓഫറുകളൊക്കെ തുടങ്ങിയത് ഈ പിശാചിന്റെ ഒരു ഈ ഈവിൾ സിസ്റ്റം ഉള്ള ഒരു ലോകത്തിലാണ്. കാരണം ഈ ഓഫർ എല്ലാം എടുത്ത് പഠിച്ചാൽ നമുക്കൊരു കാര്യം അറിയാം, എക്സ്പയറി ഡേറ്റ് അടുത്ത സാധനമായിരിക്കും. ഒട്ടുമുക്കാൽ ഈ ഓഫറിൽ കിട്ടുന്ന ഫുഡ് ഐറ്റം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, ഇതെല്ലാം നിയറിങ് എക്സ്പയറി ആണ്. അപ്പൊ ഈ ഓഫർ വെച്ച് കഴിയുമ്പോൾ മനുഷ്യൻ ഇന്നും അവിടെ ഓഫറുണ്ട് ഇവിടെ ഓഫർ ഉണ്ടെന്ന് കാണുമ്പോൾ ഈ ഓഫറിന്റെ പിന്നാലെ പോകാറുണ്ട്. അപ്പൊ പിശാചാണ് ഈ ഓഫർ തുടങ്ങിയ ആള്. അവൻ പറയുകയാണ്, ഒന്നും കൊമ്പിട്ടാ മതി, ഒന്ന് കൊമ്പിട്ടാൽ എല്ലാം നിന്റേതാകും. കണ്ണിന്റെ മുമ്പിൽ കാണിച്ചിട്ട് പറയുകയാണ് ഇതെല്ലാം നിന്റേതാണ്. ഇങ്ങനെയാ പിശാച് മനുഷ്യനെ വഞ്ചിക്കുന്നത്. അവൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ബലഹീന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയമാണെങ്കിൽ, ഇപ്പം യേശു കർത്താവ് ആയതുകൊണ്ട് തന്റെ മുമ്പിൽ നിൽക്കുന്ന ആൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞു യേശു അവനെ ജയിക്കാനിടയായി. ഈ വചനത്തിലൂടെയൊക്കെ നമുക്ക് ചില ഉപദേശങ്ങളുണ്ട്. ദൈവത്തിന്റെ വചനത്തെ ലംഘിക്കാൻ എവിടെ നിന്ന് പ്രേരണ വന്നാലും അത് നിസ്സാരമാണ്, അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ലോകത്തിലല്ലേ ജീവിക്കുന്നത്, പിന്നെ അങ്ങനൊക്കെ ഇപ്പൊ ജീവിക്കാൻ പറ്റും, നിങ്ങൾ ഈ പറയുന്ന രീതിയിലൊക്കെ ജീവിക്കാൻ പറ്റും. അങ്ങനെ ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതിനാ നമ്മെ കർത്താവ് വീണ്ടും ജനിപ്പിച്ചത്. അതിനാണ് നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയത്. അവർക്ക് വേണ്ടിയാണ് കർത്താവ് വാസസ്ഥലം ഒരുക്കാൻ പോയത്. അവരെ ചേർക്കാനാണ്. അവരെ കുറിച്ച് പറയുന്ന അവരൊരു ശേഷിപ്പാണ്. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും കർത്താവ് പറഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ ആഗ്രഹം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നുള്ളതാണ്. എന്നാൽ കൃപയാൽ തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പേ ഉള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം ഉറപ്പു തരുന്നു. ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ആ ശേഷിപ്പിനകത്ത് ഞാൻ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? അതാണ് ഞാൻ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത്. ലോക ജീവിതത്തിൽ എന്ത് നേട്ടം നാം നേടി, എത്ര ഉയർച്ചകൾ നമുക്ക് ലഭിച്ചു, ഇതൊക്കെ സെക്കൻഡറി ആണ്. അതും നമ്മുടെ നിത്യതയുമായി യാതൊരു ബന്ധവും ഇല്ല. ധനവാനായ മനുഷ്യന്റെ ഭൂമി വിളഞ്ഞു, ഒരുപാടുണ്ടായി അവന്. അവന്റെ അധ്വാനത്തെ ദൈവം അനുഗ്രഹിച്ച് സർപ്ലസ് അവനുണ്ടായി. പക്ഷേ കർത്താവ് അവനോട് ചോദിക്കാൻ, നിന്റെ പ്രാണന്റെ സ്ഥിതിയെക്കുറിച്ച് നിനക്ക് വല്ലതും അറിയാവോ? ഇന്ന് നിന്റെ പ്രാണൻ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നിന്നെ വിട്ടുപോയാൽ ആ പ്രാണൻ സുരക്ഷിതമാണോ? നമ്മൾ കൺസേൺ ആകേണ്ട ഒരു പ്രത്യേക കാര്യം അതാ. രക്ഷിക്കപ്പെട്ടവരോട് പറയട്ടെ, നമ്മൾ ഈ വക കാര്യത്തിൽ ഒരു അല്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ദൈവവചനത്തെ ഏതെങ്കിലും തരത്തിൽ ലംഘിക്കാനോ അതിനെ നിസ്സാരമായി കാണാനോ ഇടയാകുന്ന ഏതനുഭവത്തെയും വളരെ നാം സൂക്ഷിക്കണം. അത് പിശാചിന്റെ തന്ത്രം അതിന്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം പിശാചിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് പറയുക, ദൈവത്തിൽ നല്ല ഗുണം ഉള്ളതുപോലെ പിശാചിൽ ഒരുപാട് ദുർവാസനകളുണ്ട്. അവനെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യം ഒന്ന് വായിച്ചാൽ. യോഹന്നാന്റെ സുവിശേഷം 8:44. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിനെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് എന്തുകൊണ്ടാണ് യേശു ഇത് പറഞ്ഞത്? ബേസിക്കലി ജഡപ്രകാരം ഇവർ ഇസ്രയേല്യരാണ്, യാക്കോബിന്റെ ഗോത്രത്തിൽപ്പെട്ടവരാണ്, പേരുകൊണ്ട് ഇസ്രയേല്യരാണ്. എന്നാൽ അവർ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കാതെയും യേശു കർത്താവിന് അവന്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെടാതെ ഇരുന്നപ്പോൾ യഹൂദന്മാരെ കുറിച്ച് യേശു പറയുകയാണ്, വചനത്തെ തള്ളിക്കളഞ്ഞവരോട് പറയുകയാണ്, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളല്ല. അബ്രഹാമിന്റെ മക്കളായിരുന്നുവെങ്കിൽ ഞാൻ പറയുന്ന വചനത്തെ നിങ്ങൾ തിരിച്ചറിയുമായിരുന്നു. ഇന്നും അവകാശവാദം പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, സോ കോൾഡ് ക്രിസ്ത്യൻസ്. അവര് പറയുന്നത് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ലഭിച്ചത് എന്നാണ്? ഞങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെ കയ്യിൽ ബൈബിളുണ്ട്, ഞങ്ങൾ അന്ന് തൊട്ടേ ഞങ്ങൾ വായിക്കുന്നുണ്ട്. കർത്താവ് ഈ ഒരു കാര്യത്തെ ഇവിടെ വ്യക്തമാക്കുകയാണ്, നിങ്ങൾ പേരുകൊണ്ട് അബ്രഹാമിന്റെ മക്കളെന്ന് ആണെങ്കിലും നിങ്ങൾ വാസ്തവമായി സ്വർഗീയ പിതാവിന്റെ മക്കളല്ല. സ്വർഗീയ പിതാവിന്റെ മക്കളായിരുന്നുവെങ്കിൽ ഞാൻ പറയുന്ന വചനത്തെ നിങ്ങൾ കൈക്കൊള്ളുമായിരുന്നു. എന്നിട്ട് താഴോട്ടൊന്ന് വായിച്ചോട്ട്. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങൾ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു,
അവനിൽ സത്യമില്ലായക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. കർത്താവ് അതിന്റെ വിശദീകരണം കൊടുത്തത് കണ്ടോ? അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നു. ഈ കള്ളമെന്ന് പറയുന്നത് പിടിപ്പിക്കാൻ വേണ്ടി പലതും അതിന്റെ കൂട്ടത്തെ ആഡ് ഓൺ ചെയ്യേണ്ടി വരും. ഒരു കള്ളത്തെ സമർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതിന് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് ആ കള്ളത്തെ സത്യമാക്കാനുള്ള വിഫല ശ്രമം നടത്തുമ്പോൾ അത് സ്വയത്തിൽ നിന്നെടുത്ത് ഒരുപാട് കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്ത്, ഇതെല്ലാം പിശാചിന്റെ പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കളായതുകൊണ്ട് അവന്റെ സ്വഭാവങ്ങൾ നിങ്ങളിലൂടെ ദൃശ്യമാകുന്നു. അവൻ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കാൻ ഇഷ്ടപ്പെടുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. അവൻ സംസാരിക്കുമ്പോൾ സ്വയത്തിൽ നിന്നെടുത്ത് സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് പിശാച് പലപ്പോഴും മനുഷ്യനോട് ഭോഷ്ക പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഭോഷ്കാണ് ഹവ്വയോട് ചെന്ന് പറഞ്ഞ് നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. എത്ര ഉറപ്പിലേ പറഞ്ഞത്, പച്ച കള്ളവല്ലേ പറഞ്ഞത്. നിങ്ങൾ മരിക്കൂ. കർത്താവ് എന്താ പറയുന്നത്? നിങ്ങൾ മരിക്കും. നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് വൃക്ഷഫലം തിന്നരുതെന്ന് പറഞ്ഞ ഇടത്ത് എത്ര കൂളായിട്ട് വന്നിട്ട് അവൻ ഭോഷ്ക് പറയുന്നത്. എന്നിട്ട് ആ ഭോഷ്കിനെ നോക്ക്, അതാ കർത്താവ് ഈ യോഹന്നാന്റെ സുവിശേഷം, ആ ഭോഷ്കിനെ സ്ഥിരീകരിക്കാൻ അവന്റെ കയ്യിൽ നിന്ന് 2-3 ഐറ്റം കൂടെ എടുത്തിട്ടു. എന്താ? നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലാകും, അതാകും, ഇതെല്ലാം അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന അവന്റെ പ്രഖ്യാപിതമായ പല കാര്യങ്ങൾ അവിടെ കടന്നു വരുന്നത്. അപ്പോൾ ഭോഷ്ക് പിശാചിന്റെ പ്രോഡക്റ്റ് ആണ്. സത്യം എന്നത് അവനിലില്ല. അപ്പോൾ ഈ ഭോഷ്കൊക്കെ പറയുന്നവർ വളരെ ശ്രദ്ധിച്ചോണം. പിശാച് നമ്മളെ കീഴ്പ്പെടുത്തുന്ന മേഖലകളിൽ ഒന്നാണ് വ്യാജം പറയുന്നത്. ആമേൻ, സ്തോത്രം. സാത്താൻ ഇടം കൊടുക്കരുതെന്ന് പറയുന്നതിൽ ഭോഷ്ക് നമ്മുടെ നാവിൽ വരുന്നുണ്ടെങ്കിൽ ഭോഷ്ക് വെറുതെ വരുന്നതല്ല, അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. നുണ പറയുക, ഭോഷ്ക് പറയുക, വ്യാജം പറയുക, അതൊന്നും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ അനാവശ്യമായി പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കരുത്. വ്യാജ വാക്കുകളും ആ വ്യാജം പറയുന്നതിലൂടെ വരുന്ന നേട്ടവും യേശുവിന്റെ നാമത്തിൽ ഉപേക്ഷിക്കണം. ആ വ്യാജം പറയുന്നതിലൂടെ കിട്ടുന്ന നേട്ടത്തെ നാം ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ചിലപ്പോൾ വ്യാജം പറഞ്ഞാൽ നമുക്ക് ചില നേട്ടങ്ങൾ ഉണ്ടായേക്കാം, മറ്റുള്ളവരുടെ മുമ്പാകെ സ്ഥാനം മാനവും ലഭിച്ചേക്കാം. എന്നാൽ വ്യാജത്തിന് കൂട്ടുനിന്ന് അത് നമുക്കൊരു നേട്ടം ലഭിച്ചാലും അത് ഉറും ഭരിക്കുന്നത് പോലെ നഷ്ടപ്പെട്ടു പോകും. കാരണം ദൈവം അതിനെ കൂട്ടു നിൽക്കില്ല. സാത്താൻ ഒരുപക്ഷെ ആ വ്യാജത്തിൽ മനുഷ്യനെ വഞ്ചിച്ച് ചില കാര്യമൊക്കെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചേക്കാം. അത് നിലനിൽക്കുകയില്ല. ദൈവം അതിനെ ഒരിക്കലും നിലനിൽക്കാൻ അനുവദിക്കുകയില്ല ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ. നോക്കുക, നമ്മൾ 11:3 നമ്മൾ വായിച്ചു, ഹവ്വയെ ഉപായത്താൽ ചതിച്ചു. ഈ ഉപായം എവിടെയൊക്കെ ഉണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ ആ സാത്താന്റെ ഏജന്റന്മാർ ഇന്ന് ലോകത്തെ പ്രവർത്തിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കുക. മത്തായി സുവിശേഷം 2-ാം അധ്യായം 7-8 ഒന്ന് വായിച്ചോട്ടെ. മാത്യു ചാപ്റ്റർ 2, 7 and 8. എന്നാറെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ത്ലേഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പൻ എന്ന് പറഞ്ഞു. നമ്മളൊന്ന് വായിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? വാസ്തവത്തിൽ ഹെരോദാവിന് യേശുവിനെ ചെന്ന് നമസ്കരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞാണ് നമുക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയാ പഠിക്കേണ്ട ദൈവവചനത്തെ. ഹെരോദാവ് കിഴക്കുന്ന വന്ന വിദ്വാൻമാരിൽ നിന്ന് എന്ത് തിരിച്ചറിഞ്ഞു? നക്ഷത്രം വെളിപ്പെട്ട സമയം അവരോട് ചോദിച്ചറിഞ്ഞു. കാരണം ആ ടൈം എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണ്. അത് പിന്നീട് വന്ന സംഭവത്തിൽ നിന്നാണ് ഈ ഉപായം എന്താണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഈ ഹെരോദാവ് അവൻ കുറുക്കനാ. കർത്താവ് ഹെരോദാവിനെ വിളിച്ച പേര് തന്നെ ശ്രദ്ധിച്ചേ. പോയി ആ കുറുക്കനോട് പറ. അത് അവന്റെ സ്വഭാവത്തെയാ കാണിക്കുന്നത്, അല്ലാതെ ഇരട്ടപ്പേര് വിളിച്ചതൊന്നുമല്ല കേട്ടോ. നാളെ ഒരാൾ എന്നോട് സംസാരിച്ചു കൊടുത്തപ്പോ കർത്താവ് ഇരട്ടപ്പേര് വിളിച്ചു. ഞാൻ ചോദിച്ചു അതെന്താ ഇരട്ടപ്പേര്? അപ്പൊ ഹെരോദാവിനെ കുറുക്കൻ എന്ന് വിളിച്ചില്ല.
ഞാൻ പറഞ്ഞു അവന്റെ സ്വഭാവത്തെ അത് കാണിക്കുന്നല്ല, ഇരട്ടപ്പേരല്ല. കുറുക്കന്റെ സ്വഭാവമായിരുന്നു ഈ ഹെരോദാവിനുണ്ടായിരുന്നു. ഹെരോദാവ് വാസ്തവത്തിൽ ഇവിടെ എന്താ ചെയ്തത്? വിദ്വാൻമാരോട് സ്തോത്രം നക്ഷത്രം വെളിവായ സമയം വിളിച്ച് അവരോട് പറഞ്ഞ് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. ഏത് സമയം, ഏത് ദിവസം, ഏതാണ്ട്, ഇതെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് അവരൊക്കെ ഒരു നിർദ്ദേശം കൊടുത്തു വിടുകയാണ്. ബത്ലഹേമിലേക്ക് അയച്ച് നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ, കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീൻ. അപ്പോൾ നിങ്ങൾ ചെന്ന് കണ്ട് കാര്യങ്ങളെല്ലാം സ്ഥിരീകരിച്ചിട്ട് വന്ന് എന്നോട് പറഞ്ഞേച്ചേ പോകാവുള്ളൂ. ഇതായിരുന്നു പിശാചിന്റെ ഒരു തന്ത്രം. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? ഈ കിഴക്കുന്ന വിദ്വാൻമാരെ ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചയക്കാതെ വേറെ വഴിക്ക് അവരെ പറഞ്ഞു വിട്ടു. അപ്പൊ ഹെരോദാവിന് മനസ്സിലായി ഈ വിദ്വാൻമാർ എന്നെ കളിപ്പിച്ചു പൊക്കളഞ്ഞു. നോക്കുക ഇനി അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന്. അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചോ. വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിന് ഒത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെ ഒക്കെയും ബേത്ലഹേമിലും അതിന്റെ എല്ലാ അതിരുകളിലും ആളയച്ചു കൊല്ലിച്ചു. നോക്കുക, ഹെരോദാവിന് ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുവാൻ കിട്ടിയ ഒരു രീതി നോക്കിയ നമ്മളൊന്ന്. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം, നക്ഷത്രം വെളിവായ സമയം, ഇതാണ് ഉപായം എന്ന് പറയുന്നത്. ഈ ഇന്ന് ലോകത്തിൽ പല മനുഷ്യരുണ്ട് ഉപായത്താൽ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്നവർ. അതിന് പ്രത്യേക PhD എടുത്തവരുണ്ട്. നമ്മൾ നമ്മുടെ ശുദ്ധഗതിക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് നമ്മൾ അങ്ങ് തുറന്നു പറയും. ഈ വിദ്വാൻമാര് ചെന്ന് നിഷ്കളങ്കതയിലാ പറഞ്ഞത്. കാരണം അവര് ചിന്തിച്ചു ഒരു രാജാവിനെ കുറിച്ച് അന്വേഷിക്കേണ്ടത് വേറൊരു രാജാവിനോടല്ലേ. രാജാക്കന്മാർക്ക് തമ്മിൽ നല്ല അറിവായിരിക്കുമല്ലോ. അപ്പൊ യഹൂദന്മാരുടെ രാജാവ് എവിടെയാണ് പിറന്നതെന്ന് അറിയാൻ ഹെരോദാവ് അവിടെ രാജാവായിരിക്കുമ്പോൾ അവനോട് ചോദിക്കുന്നതെല്ലാം നല്ലതെന്ന് ഓർത്ത വിദ്വാൻമാര് നിഷ്കളങ്കതയിലാണ് വാസ്തവത്തിൽ അങ്ങോട്ട് പോയത്. നമ്മൾ നമ്മുടെ നിഷ്കളങ്കതയിൽ പല കാര്യങ്ങളും പലരോടും എന്ത് ചെയ്യും. എന്നാൽ ഇതിനകത്ത് ഒരുപാട് ഉപായികളുണ്ട്. ഹെരോദാവിനെ പോലെ ഉപായികളായ പല മനുഷ്യർ ലോകത്തിലുണ്ട്. വാസ്തവത്തിൽ ഹെരോദാവ് എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരുടെ ഒരു ഏജന്റാണ്. അവന്റെ സിൻസിയറിറ്റി അല്ല വാസ്തവത്തിൽ അവിടെ പോയി യേശുവിനെ കണ്ട് നമസ്കരിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല. ഇവൻ എനിക്കൊരു ത്രട്ടാകും, ഇവനൊരു രാജാവായി എഴുന്നേറ്റാൽ അവൻ എതിരാളിയായി മാറുമെന്നുള്ള ചിന്തയാണ് പെട്ടെന്ന് ഹെരോദാവിനെ ഭരിച്ചത്. അപ്പൊ ഹെരോദാവ് എന്തിനാണ് ഇത് പറഞ്ഞു വിട്ടതെന്നറിയാമോ? എക്സാക്ട് ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നേരെ ചെന്ന് അവനെ എന്ത് ചെയ്യാം? കൊന്നുകളയാം. എന്നാൽ വിദ്വാൻമാര് തിരിച്ചു വന്ന് ഉത്തരം കൊടുക്കാതിരുന്നപ്പോൾ സ്ഥലവിന് മനസ്സിലായില്ല. അങ്ങനെ അവൻ 2 വയസ്സിന് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും കൊല്ലാൻ നോക്കുക. ആ അനർത്ഥം അവിടെ ഉണ്ടാകാൻ ഇടയാകത്തക്ക രീതിയിൽ ഈ വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ സമയം അനേക കുഞ്ഞുങ്ങളുടെ ജീവൻ പോകാൻ ഇടയായി. അപ്പോൾ മരണത്തിന്റെ ദൂതനായിട്ട വാസ്തവത്തിൽ ഹെരോദാവ് അവിടെ വെളിപ്പെടുന്നത്. ആ കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നൊടുക്കാനുള്ള കൽപ്പന പുറപ്പെടും. അപ്പൊ അതിന്റെ പിന്നിൽ ആരാണ്? മരണവും കൊലയും ഒക്കെ നടക്കുന്ന പിശാചാണ്. റിയൽ ഡെവിൾ ആണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അപ്പൊ നമുക്ക് മുമ്പോട്ട് കടന്നു വരാം. സ്തോത്രം. പൂർണ്ണതയില്ലാത്ത ഭക്തി, ഞാൻ പറഞ്ഞ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ? ഭക്തി കുറച്ചൊക്കെ വേണം. ചിലരോടൊക്കെ പറയുന്നത് പ്രാർത്ഥിക്കുന്നൊക്കെ കൊള്ളാം, ഒരു ലെവലിലൊക്കെ അങ്ങ് പോയച്ചാൽ മതി, അത് കഴിഞ്ഞാൽ അതിനപ്പുറത്തോട്ടൊന്നും പോകണ്ട. ഒരു ഓവറോൾ ഒരു ചിന്തയാണ്. പ്രാർത്ഥിക്കണേ, എപ്പോഴും പ്രാർത്ഥന. എന്നാ പ്രാർത്ഥനയത്? നിങ്ങളുടെ ആത്മീയത കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം അവിശ്വാസികളാണെന്ന് തോന്നിപ്പോകും. വാസ്തവത്തിൽ ദൈവത്തിന്റെ മക്കളോട് പറയട്ടെ, നമുക്കൊരൊറ്റ ജീവിതമേ ഉള്ളൂ. ഈ ജീവിതത്തിനകത്ത് നമുക്ക് ആത്മീകമായിട്ട് എത്ര ഉയരാൻ സാധിക്കുമോ, ഏതെല്ലാം രീതിയിൽ നമുക്ക് വളർച്ച പ്രാപിക്കാൻ സാധിക്കുമോ,
അതിനോടൊന്നും ഒരു കോംപ്രമൈസും ചെയ്തേക്കരുത്. ഈ ലോകത്തിലെ പണം നമ്മെ രക്ഷിക്കാൻ പോകുന്നില്ല. ഈ ലോകത്തിലുള്ള ഒന്നും നമ്മെ നിത്യതയിലേക്ക് കടക്കാൻ ഉപകരിക്കത്തില്ല. നമ്മുടെ ആത്മീയത മാത്രമേ നമ്മെ നിത്യതയിൽ പോകാൻ ഉപകരിക്കത്തുള്ളൂ. നമ്മുടെ ഭക്തിക്ക് മാത്രമേ നമ്മെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അതാണ് നമ്മുടെ ആത്മീയതയുടെ വില എന്ന് പറയുന്നത്. നാം എന്തുകൊണ്ടാണ് നമ്മുടെ ആത്മീയതയിൽ ദിനം തോറും വർദ്ധിച്ചു വരാനും വളരാനും ഒക്കെ പറയുന്നത്? ഈ ലോകത്തിൽ ജീവിക്കാനുള്ളവരല്ല നാം. ഏറിയാൽ 70 അല്ലെങ്കിൽ 80. അത് കഴിയുമ്പോൾ നാം അവനോടുകൂടെ എന്നേക്കും വാഴേണ്ടവരാണ്. ആ ഒരു റിലം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴേ നാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പൊക്കോണം. ആമേൻ, സ്തോത്രം. അപ്പോൾ പൂർണ്ണതയില്ലാത്ത ഭക്തി, പൂർണ്ണ അനുസരണമില്ലാത്ത ഭക്തി, പിശാചിന് എപ്പോൾ വേണമെങ്കിലും എൻട്രി കിട്ടാവുന്ന രീതിയിലുള്ള ആത്മീയത. മറ്റൊരു രീതിയിൽ തിമോത്തിയോസിന് ലേഖനം എഴുതുന്ന പൗലോസിന്റെ വാക്കെടുത്താൽ ദൈവശക്തി ഇല്ലാത്ത ഭക്തി. ഇന്ന് ക്രിസ്തീയ സമുദായ കൂട്ടങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ചേ, ശക്തിയില്ലാത്ത ഭക്തിയാണ്. ഭക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിപ്പൊക്കെ ഒന്ന് കാണണം. ഞാൻ പലപ്പോഴും ചിലരുടെയൊക്കെ ഈ സമുദായക്കാരുടെ നിപ്പൊക്കെ കാണുമ്പോൾ അവരുടെ ഭയഭക്തിയൊക്കെ ഒന്ന് കണ്ട് കയ്യും കൂപ്പി അവരുടെ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ അവർ സ്വർഗരാജ്യത്തിലായിരിക്കുന്നത്. ദൈവമക്കളെ, ദൈവശക്തി ഇല്ലാത്ത ഒരു ഭക്തിയും ദൈവം കൈക്കൊള്ളുന്നില്ല. ദൈവത്തിന് വേണ്ടത് ആത്മീയതയിലുള്ള ഒരു ഭക്തിയാണ്. അന്ത്യകാലത്തെ കുറിച്ച് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് ശക്തിയില്ലാതെ ഭക്തിയുള്ളവർ എഴുന്നേക്കുമെന്നാണ്. അപ്പൊ ദൈവശക്തി ഇല്ലാത്ത ആത്മീയതയും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവില്ലാത്ത ആത്മീയതയും പരിശുദ്ധാത്മാവില്ലാത്ത ഭക്തിയും ഒന്നും ദൈവത്തിന്റെ മുമ്പാകെ വിലപ്പോകത്തില്ല. നമ്മെ യഥാർത്ഥ ഭക്തിയിൽ നടത്തേണ്ടതിന്, യഥാർത്ഥ സത്യത്തിൽ നടത്തേണ്ടതിന്, യഥാർത്ഥ സത്യത്തിന്റെ പരിജ്ഞാനം തരേണ്ടതിനാ ദൈവം പരിശുദ്ധാത്മാവിനെ തരുന്നത്. അത് മാത്രമല്ല, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് പോലും നമുക്കറിയാത്തപ്പോൾ നമ്മുടെ ബലഹീനതയ്ക്ക് ആത്മാവ് തുണ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഇന്റർസെഷൻ നടത്താൻ ഇടയാകുന്നു. അപ്പോൾ ആത്മീയതയ്ക്ക് ഒരു രീതിയിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടോ അല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയാകേണ്ടത്. പിശാചിന്റെ നിയന്ത്രണത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ വളരെ പെട്ടെന്ന് സ്വതന്ത്രനാക്കാൻ പിശാച് പലപ്പോഴും അനുവദിക്കാറില്ല. ഇതാണ് പിശാചിന്റെ, നമ്മൾ ആ തന്ത്രം ഒന്ന് പഠിക്കണം. പിശാചിന്റെ നിയന്ത്രണത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ വളരെ പെട്ടെന്ന് സ്വതന്ത്രനാക്കാൻ പിശാച് അനുവദിക്കത്തില്ല. വ്യക്തികൾ ഇത് മനസ്സിലാക്കി ദൈവത്തിന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെടണം. യേശുവിന്റെ പരിപൂർണ കർത്തൃത്വത്തിന്റെ കീഴിലാകണം. ഞാൻ നിങ്ങൾക്കൊരു ഒരു 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 സംഭവത്തെ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് കൊണ്ടുവരാൻ പോവുകയാണ്. അത് മറ്റാരുമല്ല, ഇസ്രായേൽ മക്കളും ഫറവോനുമാണ്. ദൈവം ഫറവോനോട് മോശയിലൂടെ ഒരു അരുളപ്പാട് കൊടുത്തു, എന്റെ ജനത്തെ വിട്ടയക്കണം. എന്തിനു വേണ്ടി വിട്ടയക്കണമെന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് മോശ മുഖാന്തരം ഫറവോന്റെ അടുക്കൽ ഒരു അരുളപ്പാട് കൊടുക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, ഫറവോൻ അവരെ അടിമപ്പെടുത്തി ആ അടിമവേല ചെയ്തു കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് അവരെ പുറത്തു വിടാൻ ഫറവോൻ കൂട്ടാക്കുന്നില്ല. ആ അടിമത്തത്തിൽ കിടക്കുന്ന അവരെ ദൈവം പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിച്ച്, അതിനകത്തൊരു ദൂതുണ്ട്. അടിമത്തത്തിൽ, പാപത്തിന്റെ അടിമത്തത്തിൽ, പിശാചിന്റെ അടിമത്തത്തിലൊക്കെ കിടക്കുന്നവരെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുമ്പോൾ പിശാച് വളരെ പെട്ടെന്ന് അവരെ വിട്ടുകൊടുക്കാൻ ഒരുക്കപ്പെടുന്നില്ല. അതിന്റെ വ്യക്തമായ ഒരു തെളിവാണ് ഈ ഫറവോനും ഇസ്രായേൽ മക്കളും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് എക്സോഡസ് ചാപ്റ്റർ 5 വേഴ്സ് 1, 5:1 ഒന്ന് വായിച്ചു. അതിന്റെ ശേഷം മോശയും അഹരോനും ചെന്ന് ഫറവോനോട്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കണം എന്നീ പ്രകാരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ആലോചന കൊടുക്കുകയാണ് ഫറവോനോട് ചെന്ന്. എന്താണ് പറയുന്നത്? എന്റെ ജനം എനിക്ക് ഉത്സവം ആചരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ എന്നോടുകൂടെ ഉത്സവം ആചരിക്കേണ്ടത്. ഈ ഉത്സവം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ അമ്പലത്തിലെ ഉത്സവമാണെന്ന് ചിന്തിച്ചേക്കരുത്. എന്താണ് ഈ ഉത്സവം എന്ന് ചോദിച്ചാൽ 7:16 എന്ന് വായിച്ചു. എക്സഡസ് 7:16.
അവനോട് പറയേണ്ടത് എന്തെന്നാൽ, മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് കൽപ്പിച്ച എബ്രായരുടെ ദൈവമായ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചു. അപ്പൊ ഈ നീയോ ഉത്സവം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ആരാധന. എന്നെ ആരാധിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കാം. അപ്പം ഫറവോനോട് മോശ ചെന്നിട്ട് പറയുകയാണ്, ഇസ്രായേലിന്റെ ദൈവം ഇങ്ങനെ ഒരു കൽപ്പന തന്നിരിക്കുന്നു, എന്റെ ജനത്തെ വിട്ടയക്ക്. എന്തിനു വേണ്ടി? എന്നെ ആരാധിപ്പാൻ. നോക്കുക, ഇസ്രായേലിന്റെ ദൈവം ആരാധനയ്ക്ക് എത്ര വില കൊടുക്കുന്നുണ്ടെന്ന് നോക്കിക്കേ. എന്റെ ജനം എന്നെ ആരാധിക്കാൻ. കാരണം അടിമത്തത്തിൽ എന്തില്ല? ആരാധനയില്ല. ജനം അടിമത്തത്തിൽ അത് പാപത്തിന്റെ അടിമത്തമായാലും മറ്റേത് അടിമത്തമായാലും അടിമത്തത്തിൽ ആരാധനയില്ല. അതുകൊണ്ട് അവരെ എന്ത് ചെയ്യണം? സ്വതന്ത്രരാക്കണം, അവരെ വിട്ടയക്കണം. എന്നാൽ തുടർന്നൊന്ന് ചിന്തിച്ച് 8:25 വായിക്കും. 5-6 വാക്യങ്ങളുണ്ട്. അപ്പോൾ ഫറവോൻ മോശയെയും അഹരോനെയും വിളിച്ചു, നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പീൻ എന്ന് പറഞ്ഞു. അതിന് മോശ ഫറവോൻ ഈ പറഞ്ഞതുപോലെ മോശ മുഖാന്തരം ഒരു അത്ഭുതം അവിടെ നടന്നപ്പോൾ ഫറവോന് ചെറിയൊരു പേടി വന്നു. പേടി വന്നപ്പം ഫറവോൻ പറയുന്ന കാര്യം എന്താണ്? കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ ദൈവത്തെ ആരാധിച്ചാൽ മതിയല്ലോ. അതാ നോക്കെ, പിശാചിന്റെ കണ്ണിങ്നെസ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ആരാധിച്ചാൽ മതിയല്ലോ. നിങ്ങളെ ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇച്ചിരി ദൂരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി എന്ത് ചെയ്തു? നിങ്ങൾ ആരാധിച്ചു പെട്ടെന്ന് തിരിച്ചു പോകും. പള്ളിയിലൊക്കെ പൊക്കോ, കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിക്കാനൊക്കെ കുഴപ്പമില്ല. പക്ഷെ അവിടെ പറയുന്ന കാര്യങ്ങളൊന്നും ശരിക്കും ശ്രദ്ധിച്ചേക്കരുത്. അവരൊരുപാട് കാര്യങ്ങളൊക്കെ അവിടെ പറയും. പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പൊക്കോ, പോയച്ച് പെട്ടെന്ന് തിരിച്ചു പോരണം. പിശാച് ഇവിടെ പറയുന്ന ശ്രദ്ധിച്ച് ഈ ഫറവോന്റെ വായിലൂടെ ജനത്തോട് എന്ത് കൊടുത്തു? നിങ്ങൾ ആരാധിക്കാൻ പൊക്കോ, അധികം ദൂരത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്റെ ബൗണ്ടറിക്കുള്ളിൽ നിന്നോണ്ട് എന്ത് ചെയ്തോണം? ആരാധിച്ചോണം. ഇതാണ് പിശാച് പലപ്പോഴും പലരുടെ ആത്മീയതയും കെട്ടിയിടുന്നത്. അവന്റെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ആരാധിച്ചു, അവന്റെ പ്രശ്നമില്ല. അവന്റെ ആ ഒരു ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട്, അതാ ഞാൻ ഭക്തിയെ കുറിച്ച് മുമ്പേ പറഞ്ഞ, ഇത്രയൊക്കെ ഭക്തി മതി, ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. ഇത് പണ്ട് ഫറവോൻ പറഞ്ഞ കാര്യം ഇത്. എന്ന് പറഞ്ഞാൽ മിസ്രയീമിന്റെ ബൗണ്ടറിക്കകത്ത് നിന്ന് നിങ്ങൾ വേണമെങ്കിൽ ദൈവത്തെ ഒന്ന് എന്ത് ചെയ്തു? ആരാധിക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കുരിശും നാട്ടി നിങ്ങൾ അവിടെ എന്ത് ചെയ്തു? അങ്ങ് ആരാധിച്ചു. അതിനൊന്നും പുള്ളിക്ക് പ്രശ്നമില്ല. പക്ഷെ ദൈവം പറയുന്നത് നമ്മൾ തുറന്നു വായിക്കണം. അതിന്റെ 27ഉം 28ഉം ഒന്ന് വായിച്ചാൽ, അതേ അധ്യായം 8-ന്റെ 27-28. ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിക്കുന്നത് പോലെ ഞങ്ങൾ 3 ദിവസത്തെ വഴി ദൂരെ മരുഭൂമിയിൽ പോയി അവന് യാഗം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫറവോൻ, നിങ്ങളുടെ അത്ര മതി എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ആരാധന എവിടെ വെച്ച് നടത്താൻ ഞങ്ങൾക്ക് അനുവാദമില്ല. മിസ്രയീമിൽ വെച്ച് നടത്താൻ ഞങ്ങൾക്ക് അനുവാദമില്ല. ഞങ്ങൾക്ക് 3 ദിവസത്തെ യാത്രയുണ്ട്. ഞങ്ങൾക്ക് 3 ദിവസം എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു ആത്മീയ അർത്ഥത്തെയാണ് കാണിക്കുന്നത്. ഈ 3 ദിവസത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആരാധന എന്ന് പറയുന്നത് ഒളിമ്പിക് രീതിയിൽ പെട്ടെന്ന് നിൽക്കുന്ന നിപ്പലം ഉണ്ടാകുന്ന ഒരു ആരാധനയല്ല. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ അതിന്റെ പ്രിപ്പറേഷനോടുകൂടിയാണ് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത്. ഞങ്ങൾ ബന്ധപ്പെടാൻ പോകുന്ന ജീവനുള്ള ദൈവത്തോടാണ്. ഒരു വിഗ്രഹത്തിന് മുമ്പിൽ പോയി വീഴുന്നത് പോലെ അല്ല ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മിസ്രയീമിന്റെ ആ ഒരു ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട്, ആ അടിമത്തത്തിൽ കിടന്നുകൊണ്ട്, ആ മിസ്രയീമ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കത്തില്ല. പലരുടെയും ആത്മീയത മിസ്രയീമിന്റെ ആ അടിമത്തത്തിന്റെ ആ സമുദായത്തിന്റെ കെട്ടുപാടുകളിൽ കിടന്ന് അവര് സ്തോത്രം ആരാധനയുടെ അനുഭവത്തെ അവര് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ ആരാധനയുടെ സന്തോഷം അവർക്ക് ലഭിക്കില്ല. ദൈവവചനം പറയുന്നു, നിങ്ങൾ 3 ദിവസം യാത്ര ചെയ്ത് മരുഭൂമിയിൽ എന്നെ ആരാധിക്കണം.
അല്ലാതെ ഫറവോൻ പറഞ്ഞ കണ്ടീഷനകത്ത് അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനകത്തല്ല എൻ്റെ നിങ്ങളുടെ ആത്മീയത നിൽക്കുന്നത്. ദൈവവചനം നമുക്ക് തരുന്ന ഒരു വ്യക്തതയുണ്ട്. നിങ്ങൾ 3 ദിവസം യാത്ര ചെയ്യുക എന്ന് പറയുന്ന സെപ്പറേഷനെ കാണിക്കുന്നത്, വിശുദ്ധിയെ കാണിക്കുന്നത്, നിർമ്മലതയെ കാണിക്കുന്നത്. ആമേൻ, സ്തോത്രം. ഇനി നമുക്ക് തുടർന്ന് നോക്കാം. 10-ാം അധ്യായം 11-ാം വാക്യം. നിങ്ങൾ പുരുഷന്മാർ പോയി യഹോവയെ ആരാധിച്ചുകൊള്ളുവീൻ. നോക്കുക. ആദ്യം പറഞ്ഞത് എന്താ? ഈ മിസ്രൈമിൽ തന്നെ എവിടെയെങ്കിലും ആ മൂലയ്ക്ക് നിങ്ങൾ ഉപവാസ പ്രാർത്ഥന നടത്തിക്കോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കൊരു ഉപവാസ പ്രാർത്ഥന നടത്തിയാൽ മതിയല്ലോ, നടത്തിക്കോ. എന്നാലും എവിടെ തന്നെ വേണം? പള്ളി തന്നെ വന്നോണം. അവിടെ ഇവിടെയൊക്കെ വല്ലപ്പോഴും ഒന്ന് പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എവിടെ തന്നെ നിന്നോണം. എന്നോട് പറഞ്ഞതാ, അതുകൊണ്ടാ പറഞ്ഞത്. നിങ്ങളിപ്പം ഈ മാതാവിനോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കത്തോലിക്ക പള്ളി വിട്ടു പോകരുത്. നേരിട്ട് എന്നോട് പള്ളിയിലച്ചൻ പറഞ്ഞതാ, നിങ്ങൾക്ക് ഇഷ്ടമില്ലേ മാതാവിനോട് പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണ്ട, പക്ഷെ കത്തോലിക്ക പള്ളി വിട്ടു പോകരുത്. ഇത് തന്നെയാ പണ്ട് ഫറവോൻ പറഞ്ഞത്. ആരാധിക്കണേ ആരാധിച്ചു ആ മൂലയ്ക്ക് അവിടെ ഇവിടെ എവിടെങ്കിലും, മിസ്രൈം വിട്ടു പോയേക്കരുത്. നോക്ക്, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത് പണ്ടേ ഉള്ള അസുഖമാണ്. ഇത് പിശാച് വളരെ കണ്ണിങ്ങാണ്. അപ്പോൾ അവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇവൻ ഓരോ ഘട്ടം കഴിയുമ്പോൾ അവൻ പറയുന്ന വാക്കുകൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ആദ്യം അവൻ പറഞ്ഞ എന്താണ്? മിസ്രൈമിൽ നിങ്ങൾ ആരാധിക്കണം. അപ്പൊ മോശം പറഞ്ഞു അത് നടക്കത്തില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം? മരുഭൂമിയിൽ പോയി ദൈവത്തെ ആരാധിക്കണമെന്നാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. ഈ അടി കിട്ടുന്നതിനനുസരിച്ച് ഇവന്റെ സ്റ്റാൻഡ് പതുക്കെ പതുക്കെ മാറ്റുക. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാ പിശാചിന്റെ കയ്യിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിട്ട് വെളിയിൽ വരുന്നത്. പിശാച് ഒരിക്കലും ഒറ്റയടിക്ക് അങ്ങ് വിടുവെന്ന് ചിന്തിക്കണ്ട. പക്ഷെ ഞാനും നിങ്ങളും സ്റ്റിഫായിട്ട് നിൽക്കുകയാണെങ്കിൽ ആമേൻ, സ്തോത്രം, നമുക്ക് പൂർണ്ണ വിടുതൽ അവന്റെ കയ്യിൽ നമുക്ക് ലഭിക്കും. എങ്ങനെയാണെന്ന് ഈ വചനഭാഗം പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഫറവോ ഒരു കണ്ടീഷൻ വരെ വന്നു. ഇപ്പൊ ആരാധിക്കാൻ പോണെങ്കിൽ മിസ്രൈം വിട്ടുപോക്കൂ, മരുഭൂമിയിൽ പൊക്കൂ. പക്ഷെ ആര് മാത്രമേ പോകാവൂ? പുരുഷന്മാര് പൊക്കൂ. നിങ്ങളുടെ കന്നുകാലികളും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ എവിടെ തന്നെ ഇരിക്കണം. ഇതിനെയാ ഡ്യുവൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. ചില ഭർത്താക്കന്മാര് മർത്തോമായിലും നിൽക്കും, ഭാര്യ പെന്തിക്കോസിലും പോകും. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെയുള്ള ഒരുപാട് വില്ലന്മാരുണ്ട്. ഇത് ഫറവോൻ പറഞ്ഞു കൊടുത്ത പരിപാടി ഏത്? പുരുഷന്മാര് പൊക്കൂ, അല്ലെ ഭാര്യമാര് പൊക്കൂ. ഇപ്പൊ പുരുഷനായാലും ഭാര്യയായാലും പിടി എന്റെ കയ്യിൽ നിൽക്കണം. ഇതാണ് അതിന്റെ അർത്ഥം. ഒരു പിടി എന്റെ കയ്യിൽ നിൽക്കണം. പച്ചയ്ക്ക് പറയുന്നത്. നിങ്ങൾ പുരുഷന്മാര് പോയി ആരാധിച്ചു. ആരാധിക്കാൻ അത്ര നിർബന്ധമാണെങ്കിൽ, അത്രയ്ക്ക് ആത്മീയത അങ്ങ് കയറിയെങ്കിൽ ഒരാളെങ്കിലും പൊക്കും. മറ്റവര് മുഴുവൻ ഇവിടെ നിൽക്കണം. നോക്കുക, പിശാചിന്റെ കണ്ണിങ്നെസ് നോക്കുക. എന്ന് പറഞ്ഞാൽ പൂർണ്ണതയിലേക്ക് അവൻ ഒരിക്കലും വിടാനായിട്ട് അനുവദിക്കത്തില്ല. ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ ദൈവത്തെ ആരാധിക്കാൻ അവൻ അനുവദിക്കത്തില്ല. അടുത്തത് നോക്കിയ 10:24 എന്ന് വായിച്ചു. അപ്പോൾ ഫറവോൻ മോശയെ വിളിപ്പിച്ചു, നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പീൻ. നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങ് നിൽക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും നിങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. നോക്കുക, ഇപ്പൊ പുരുഷന്മാര് മാത്രമല്ല, ആരുടെ പൊക്കും? ഭാര്യയും മക്കളും പൊക്കും. പക്ഷെ പേര് വെട്ടരുതെന്നാ പറഞ്ഞു വരുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വസ്തുവയും കന്നുകാലിയും ഒക്കെ ഇവിടെ നിൽക്കട്ടെ. നോക്കുക, എത്ര ആ ഒരു തന്ത്രം ഒന്ന് നോക്കി. നമ്മൾ അതിന്റെ ആ ഓരോ സ്റ്റെപ്പ് ഒന്ന് പഠിച്ച്. എന്ന് പറഞ്ഞാൽ പിശാചിന്റെ കയ്യിൽ ഇരിക്കുന്ന ഒന്നിനെ പിശാച് വിട്ടുകൊടുക്കാൻ ഒരിക്കലും ഒരുക്കപ്പെടത്തില്ല. എന്നാൽ കർത്താവിന്റെ കൃപയാൽ ഈ ജനത്തെ, അവരുടെ കുഞ്ഞുകുട്ടികളും അവരുടെ കന്നുകാലികളും അടക്കം അവർക്ക് കിട്ടേണ്ട സകലതും വാങ്ങിച്ച് സ്വർഗത്തിലെ ദൈവം അവരെ മരുഭൂമിയിലേക്ക് തന്റെ വീര്യഭുജത്താൽ നടത്താനിടയായി. ഞാൻ ഇന്ന് രാത്രി വചനഭാഗം ചിന്തിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കുക, പൂർണ്ണതയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. എന്തെങ്കിലും നമ്മുടെ ഭക്തിയുടെ ബാഹ്യരൂപം കാണിച്ചത് കൊണ്ട് നമ്മൾ ആത്മീകരാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ വചനപ്രകാരം അതിന് യാതൊരു വിലയുമില്ല. പിശാച് പണ്ട് മുതലേ ഈ വക കാര്യങ്ങൾ തന്ത്രം മെനയുന്നുണ്ട്. മനുഷ്യനെ പലപ്പോഴും ട്രാപ്പ് ചെയ്ത് അവന്റെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു വരാതെ ആ കെട്ടുപാടിനുള്ളിൽ പിടിച്ചു നിർത്താൻ,
അതാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്, യെരബയാമിന്റെ തന്ത്രം. യെരബയാം ഇതേ തന്ത്രമാണ് പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടേക്ക് നമുക്കൊന്ന് വന്നാട്ട് രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 12-ാം അധ്യായം 27 മുതൽ 33 വരെ. ഈ ജനം യെരൂശലേമിൽ യഹോവയുടെ ആലയത്തിൽ യാഗം കഴിപ്പാൻ ചെന്നാൽ ഈ ജനത്തിന്റെ ഹൃദയം യഹൂദ രാജാവായ രെഹബെയാം എന്ന തങ്ങളുടെ യജമാനെങ്കിലേക്ക് തിരിയുകയും അവർ എന്നെ കൊന്ന് യഹൂദ രാജാവായ രെഹബെയാമിന്റെ പക്ഷം ചേരുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ആകയാൽ രാജാവ് ആലോചിച്ചു പൊന്നുകൊണ്ട് 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി, നിങ്ങൾ യെരൂശലേമിൽ പോയതും മതി. ഇസ്രായേലെ, ഇതാ നിന്നെ മിസ്രയീം ദേശത്തു നിന്നും കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് അവരോട് പറഞ്ഞു. ദൈവത്തെ ഉണ്ടാക്കി ജനത്തെ എന്ത് ചെയ്യാനിടയായി? ദൈവത്തിന്റെ കൽപ്പനയാണ് അവർ യെരൂശലേമിൽ ദൈവത്തെ ആരാധിക്കണം. കാരണം 2 കൂട്ടരും ഇസ്രായേല്യരാണ്. രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ 10ഉം 2ഉമായി 2 രാജ്യത്വങ്ങളായി മാറി. യഹൂദായും ഇസ്രായേലും എന്ന 2 രാജ്യങ്ങളായി. ഈ 2 രാജ്യമായെങ്കിലും ആരാധനയുടെ സ്ഥലം ഒന്നേ ഉള്ളൂ, അത് യെരൂശലേമാണ്. അപ്പൊ യെരൂശലേമിൽ ജനം, മറ്റേ രാജ്യത്തെ ജനം മുഴുവൻ യെരൂശലേമിൽ പോയി തിരിച്ചിനി എന്റെ അടുക്കലേക്ക് വരത്തില്ലെന്നുള്ള ഒരാശങ്ക യെരബയാമിനുണ്ടായപ്പോൾ അവനൊരു ഡ്യൂപ്ലിക്കേറ്റ് ദൈവത്തെ ഉണ്ടാക്കി അവരുടെ മുമ്പിൽ നിർത്തിയിട്ട് അവൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ചിന്തിക്കേണ്ടത്. ഇത് മറ്റാരുമല്ല, മിസ്രയീമിൽ നിങ്ങളെ വിടുവിച്ചുകൊണ്ടുവന്ന യഹോവ തന്നെ. നോക്കുക, ആ കണ്ണിങ്നെസ് നോക്കിയാട്ട്. ഇപ്പൊ കാളക്കുട്ടിയോ ആനക്കുട്ടിയോ എന്തോ ആട്ടെ, അതല്ല ഇവിടുത്തെ വിഷയം. അവനോട് ഉപയോഗിച്ച വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് മറ്റാരുമല്ല, ഇത് ആര് തന്നെയാണ്? ഇത് യഹോവയായ ദൈവം തന്നെ എന്ന് പറഞ്ഞാൽ ഈ ജനത്തെ സത്യാരാധനയിലേക്ക് പോകാതെ യെരൂശലേമിലാണ് സൈന്യങ്ങളുടെ കർത്താവായ യഹോവയെ ആരാധിക്കേണ്ടത്. അവിടെ ആരാധിക്കാൻ വിടാതെ ജനത്തെ അവരുടെ ആത്മീയതയെ ബന്ധിച്ച് അവർക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യം കൊടുക്കാതെ അവരെ ബന്ധിച്ച യെരബയാമിന്റെ സ്പിരിറ്റ് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ജനത്തെ സത്യാരാധനയിലേക്ക് വിടാതെ, സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വിടാതെ. ഇവിടെയും ഇതുണ്ടല്ലോ, ഇവിടെയും പ്രസംഗമുണ്ടല്ലോ, ഇവിടെയും അതേ പാട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വാസ്തവത്തിൽ എനിക്ക് വളരെ സ്റ്റണ്ണിങ് ആയിട്ട് പെന്തക്കോസിന്റെ പാട്ടുകൾ ശാലോം ടിവിയിൽ കത്തോലിക്ക സഹോദരിമാരിൽ നിന്ന് പാടുന്നു. അവിടം വരെയൊക്കെ ആയി. ശാലോം ടിവിയിൽ പലപ്പോഴും ഈ പെന്തക്കോസ് പാട്ടുകളൊന്നും അങ്ങനെ പാടാറില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇതിൽ കണ്ടു, ശാലോം ടിവി കത്തോലിക്കരുടെയാണ്, അവിടെ പെന്തക്കോസിന്റെ തനി പെന്തക്കോസ് പാട്ട് പാടുന്നു. എന്ന് പറഞ്ഞാൽ എന്തിനാ ഇത് പാടുന്നെന്നറിയാമോ? ഇവിടെയും ഇതൊക്കെ ഉണ്ടല്ലോ. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകും. ഇവിടെയും ഇതൊക്കെ തന്നെയാ പാടുന്നത്, ഇവിടെയും അതൊക്കെ അതേ വചനം തന്നെ. പിന്നെ അവിടെ പോകണമെന്ന് തന്നെ ഇത്ര നിർബന്ധം? സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാൻ, ആ പൂർണ്ണമായ യഥാർത്ഥ സത്യത്തിലേക്ക് എത്തിക്കാതെ പഠിക്ക കൊണ്ടുവന്ന് കല ഉടയ്ക്കുന്ന പണിയല്ലേ കാണിക്കുന്നത്. 1-ാം തരം വചനം പഠിപ്പിച്ചിട്ട് അല്ലെങ്കിൽ വചനം പ്രസംഗിച്ചിട്ട് ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് പറയുന്നത് എന്താ? സഹരക്ഷകയായ മാതാവിന്റെ നാമത്തിൽ യേശുവിന്റെ അടുക്കലേക്ക്. നോക്കുക, ഇതാണ് ക്രിസ്തുവിലുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിടുക എന്ന് പറയുന്നത്. ഇതാണ് പിശാചിന്റെ നമ്പർ 1 തന്ത്രം. ദൈവം കൊടുക്കാത്ത മാന്യത മാനുഷിക രീതിയിൽ കൊടുത്തുകൊണ്ട് അതിനെ ഏതെല്ലാം രീതിയിൽ വ്യാഖ്യാനിക്കാൻ നിന്നാലും, മാതാവ് എന്ന വിശുദ്ധയായ സ്ത്രീ വിശുദ്ധ തന്നെ, അതിനൊരു തെറ്റുമില്ല. പക്ഷെ ദൈവം കൊടുക്കാത്ത ഒരു സ്ഥാനം മനുഷ്യരെല്ലാം കൂടി കൊടുക്കാൻ ശ്രമിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമ്മളൊന്ന് പഠിക്കണം. കർത്താവിനെ പിടിച്ച് യഹൂദന്മാരെല്ലാം കൂടി ആരാക്കാൻ ശ്രമിച്ചു? രാജാവാക്കാൻ ശ്രമിച്ചു. അവൻ രാജാവല്ലേ? പക്ഷെ യേശു എന്ത് ചെയ്തെന്ന് അന്ന് വായിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ. ആറാം അധ്യായം 15-ാം വാക്യം. യോഹന്നാൻ 6:15.
അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. അതിന് യേശു രാജാവല്ലേ? താൻ രാജാവ് തന്നെയാണെങ്കിലും രാജാവായിട്ടല്ല ഈ ലോകത്തിൽ വന്നത്. പിതാവ് തനിക്ക് തന്നിരിക്കുന്ന പൊസിഷൻ എന്താണെന്ന് താൻ നന്നായിട്ട് തിരിച്ചറിഞ്ഞു. ദൈവമക്കളെ, ഇന്ന് ലോകത്തിൽ പലരും ദൈവം കൊടുക്കാത്ത സ്ഥാനം മറ്റാർക്കെങ്കിലും കൊടുത്ത് അതിന്റെ പിന്നിൽ ദൈവത്വമൊക്കെ ആരോപിച്ചു കൊണ്ടുപോയാൽ അത് കൊടിയ പാപമാണ്. ദൈവപുത്രനോട് ചെയ്യുന്ന കൊടും പാപം അത്രേ. മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവമായിരുന്നവൻ ഈ ഭൂമിയിൽ വെളിപ്പെട്ട് അവന്റെ നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞ് ജനത്തെ വീണ്ടെടുത്തിരിക്കുമ്പോൾ ആ വീണ്ടെടുപ്പിന്റെ അംശം പിടിക്കാൻ ആരെയെങ്കിലും, അവരൊരു പക്ഷേ പാവം, അവരൊന്നും അറിയുന്നുണ്ടാകില്ല, അവരുടെ പേരിൽ നടത്തുന്ന വചനവിരുദ്ധമായ, എനിക്ക് പറയുന്നതിന് ഒരു മടിയില്ല, വചനവിരുദ്ധമായ എന്തെങ്കിലും പ്രാധാന്യം സ്വർഗം കൽപ്പിച്ചിരുന്നെങ്കിൽ 100 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല പ്രവൃത്തി മുതൽ യോഹന്നാന്റെ ലേഖനം വരെയുള്ള ഈ 100 വർഷത്തിൽ അവർക്ക് കിട്ടാത്ത ഒരു വെളിപ്പാട് ഇന്നത്തെ തലമുറയിൽ മനുഷ്യന് കിട്ടിയെന്ന് പറയുന്നത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. എത്ര പൊടിപ്പും തൊങ്ങലും വെച്ച് കഥ പറഞ്ഞാലും വചനം എന്ന് പറയുന്ന വാളിന്റെ മുമ്പിൽ അതൊന്നും വിലപ്പോകത്തില്ല. ഇപ്പൊ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു നല്ല ആത്മീയതയുണ്ട്. ആ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞാൻ നിങ്ങളെ സഞ്ചരിക്കുന്നു. അല്ലാതെ എവിടെങ്കിലും ഒന്ന് തൊട്ടു, അവിടെ ഒരു പിടിച്ചു, ഇവിടെ ഒരു പാട്ട് പാടി, അത് നമ്മുടെ ഒരു പാട്ട് പാടുന്നതല്ല ആത്മീയത. 5 മിനിറ്റ് വചനം വായിക്കുന്നതല്ല ആത്മീയത. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ച് അവൻ തന്ന പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് കൃപയിൽ വളർന്ന തലയാകുന്ന ക്രിസ്തുവോളം എത്തിച്ചേരുക എന്നുള്ളതാ ദൈവം നമ്മെക്കുറിച്ച്. ഇതിനാണ് അവൻ വില കൊടുത്തിരിക്കുന്നതും എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുക. തന്ത്രശാലിയായ പിശാച് കോടിക്കണക്കിന് ജനത്തെ ബന്ധിച്ചിട്ട്, ആമേൻ സ്തോത്രം, അല്പ സ്വാതന്ത്ര്യം കൊടുത്ത് അതാണ് ആത്മീയത എന്ന് പറഞ്ഞ് ജനത്തെ വഞ്ചിച്ചിടുന്ന ഒരു കാലത്ത് ദൈവമക്കളെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പാട്ടെല്ലാരും പാടിയത് കൊണ്ട് അത് ആമേൻ പരിശുദ്ധാത്മാവിലാണെന്ന് ആരും ചിന്തിച്ചേക്കരുത്. നമുക്ക് സമയം കടന്നു പോകുന്നല്ലോ. സാത്താൻ തന്ത്രശാലിയാണ്. യേശു വാഴ്ചകളെയും അധികാരങ്ങളെയും ജയിച്ചു. ഞാനും നിങ്ങളും ഭൂമിയിൽ ദുഷ്ടനെ ജയിച്ചു മുന്നേറുവാൻ അവന്റെ തന്ത്രങ്ങളെ അറിയാതിരുന്നാൽ നമുക്ക് ജയിക്കാൻ സാധിക്കില്ല. അവൻ ഞാനും നിങ്ങളും അറിവുള്ളവരും പരിജ്ഞാനമുള്ളവരുമാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് തലവണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദിവസത്തിനായി സ്തോത്രം. തന്ത്രശാലിയായ പിശാച് ജനത്തെ പല രീതിയിൽ ബന്ധിച്ചും സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് വിടാതെ വ്യാജത്തിന്റെ വ്യാപാര ശക്തിയെ നൽകി കൊടുത്തുകൊണ്ട് മനുഷ്യരുടെ ഹൃദയത്തെ ബന്ധിച്ചിടുമ്പോൾ ഞങ്ങളുടെ കണ്ണുകളെ ദൈവം തുറന്നു തന്നല്ലോ. ഞങ്ങളുടെ ഹൃദയദൃഷ്ടിയെ അവിടുന്ന് പ്രകാശിപ്പിച്ചല്ലോ. സത്യത്തെ ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് കൃപ തന്നല്ലോ. ഞങ്ങൾക്ക് നിന്നയും ദുഷിയും പരിഹാസവും ഒക്കെ ലോകത്തിൽ നിന്ന് ലഭിക്കുമ്പോഴും ഞങ്ങളുടെ ഭക്തിയെ പലരും ചോദ്യം ചെയ്യുമ്പോഴും കർത്താവേ, സത്യം എന്തെന്ന് ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളെ ഗ്രഹിപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങൾ കേൾക്കുന്ന നല്ല വചനം ഞങ്ങളുടെ നല്ല ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും ക്ഷമയോടെ ഫലം കായ്ക്കുവാനും കൃപയിൽ വളർന്ന് ശത്രുവാകുന്ന പിശാചിനോട് എതിർത്തു നിന്ന് അവന്റെ മേൽ ജയമെടുക്കുവാനും ആദിമ നൂറ്റാണ്ടിൽ ദുഷ്ടനെ ജയിച്ചു മുന്നേറിയതുപോലെ ഈ തലമുറയിൽ കർത്താവെ, ഞങ്ങളുടെ ഭക്തിയെ ചോദ്യം ചെയ്യുന്ന, ഞങ്ങളുടെ ആത്മീയതയെ നിസ്സാരമായി കാണുന്ന ആമേൻ പിശാചിന്റെ മുമ്പിൽ ഞങ്ങൾ ജയാളികളായി മുന്നേറുവാൻ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. നിന്റെ ജനത്തെ എല്ലാം അനുഗ്രഹിക്കുന്നു. കൃപ കൂടെ ഇരിക്കണം കർത്താവെ. അവരവരെ പാർപ്പിച്ചിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തോടുള്ള പൂർണ്ണ വിധേയത്വത്തിൽ, പൂർണ്ണ അനുസരണത്തിൽ നിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ ദൈവാത്മാവിനാൽ എല്ലാവരെയും നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും ഭൂലോകമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും ഗ്രേസ് ആൻഡ് ട്രൂത്ത് ക്രിസ്ത്യൻ മിനിസ്റ്റർ പ്രവർത്തനങ്ങളോടും ഇന്നും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ.